കുറേ നാളായിട്ട് സാമ്പാർ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഇന്നെന്തായാലും അത് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. അങ്ങനെ പെർഫെക്റ്റ് സാമ്പാറൊന്നുമല്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. എനിക്ക് ഈ സാമ്പാർ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ചോറും സാമ്പാറും, ഇഡ്ഡലി സാമ്പാറും, ദോശയും സാമ്പാറും, പുട്ടുണ്ടെങ്കിൽ പുട്ടും സാമ്പാറും. പണ്ട് പക്ഷേ സാമ്പാറിൻ്റെ കാര്യത്തിൽ നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയ സാമ്പാർ മാത്രമേ കഴിക്കൂ. പിന്നെ എൻ്റെ ഒരു അപ്പച്ചിയുണ്ട്. അപ്പച്ചി ഉണ്ടാക്കിയ സാമ്പാർ മാത്രമേ കഴിക്കുള്ളൂ. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ സാമ്പാറാണെങ്കിൽ ഞാൻ കഴിക്കും. ബാക്കി ആരെങ്കിലും ആണെങ്കിൽ ഞാൻ കഴിക്കാൻ കൂട്ടാക്കില്ല. ഞാനത് വേണ്ടാന്ന് വെക്കും. ഇപ്പോഴും അവരുടെ രണ്ടുപേരുടെയും സാമ്പാർ തന്നെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിന്നതിന് ശേഷം ആര് സാമ്പാർ ഉണ്ടാക്കി തന്നാലും ഒരു നിർബന്ധമില്ലാതെ കഴിക്കും. ഇന്നിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിലും ചേട്ടൻ്റെ സാമ്പാറിനോട് വലിയ പ്രിയമൊന്നുമില്ല. ഒരു നോർമൽ ഫുഡ് മാതിരിയേ ഉള്ളൂ. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ കൂടിയിട്ടുണ്ടാണ്. ചോറ് ഞാൻ സാധാരണ കുക്കറിലാണ് വെക്കാറ്. അപ്പം ഞാൻ ആദ്യമേ ചോറ് കുക്കറിൽ അങ്ങ് വെച്ചു. പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ പരിപ്പ് വേവിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഇനിയിപ്പോൾ കുക്കർ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നൊരു ചായപാത്രത്തിൽ കുറച്ച് പരിപ്പാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ പരിപ്പ് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാറ്. ഇന്നിപ്പോൾ അങ്ങനെ പറ്റാഞ്ഞോണ്ടാണ് ഇങ്ങനെ വെച്ചത്. പക്ഷെ എനിക്കങ്ങനെ ചെയ്തപ്പം പെട്ടെന്ന് എൻ്റെ അമ്മാമ്മയെ ഓർമ്മ വന്നത്. കാരണം അമ്മാമ്മ അങ്ങനെ കുക്കറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇതുവരെ അമ്മാമ്മ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അമ്മാമ്മ സാമ്പാർ, പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തലത്തിലിങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിനെല്ലാം ഒരു പ്രത്യേക രുചിയായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. എന്തായാലും ഇന്ന് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അമ്മാമ്മ കലത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഒരു മരണ വീട്ടിൽ ഞാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഈ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇഡ്ഡലി സാമ്പാറും ആയിരിക്കുമല്ലോ രാവിലെ. അന്ന് ഞാൻ 3-ലോ 4-ലോ എന്തോ പഠിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ്. രാവിലെ എണീറ്റപ്പോൾ ഇഡ്ഡലി സാമ്പാറും അമ്മയും അപ്പച്ചിയും ഉണ്ടാക്കുന്നതല്ലാതെ വേറൊരാൾ ഉണ്ടാക്കുന്നത് കഴിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുക. നല്ല വിശപ്പുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പച്ചി വന്നിട്ട് കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പച്ചി ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്, ധൈര്യമായിട്ട് പോയി കഴിച്ചോ എന്ന് പറയുന്നതും അന്ന് പോയി ഞാൻ ഫുഡ് കഴിക്കുന്നതും ഒക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സാമ്പാർ സാധാരണ കുക്കറിലാണ് വെക്കാറ്. ഇന്നെന്തായാലും കടായിലാണ് വേവിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ പുളിവെള്ളവും കായവും ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ചോറ് സാമ്പാറും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിക്കാനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മുട്ട പൊരിക്കാമെന്ന് പറഞ്ഞ് ആൾ മുട്ടയുടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചോറ് സാമ്പാറും കഴിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. മുട്ട വറുത്തതോ മീൻ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായി. എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും സാമ്പാറാണ്. അമ്മ ആഴ്ച 2-3 ദിവസമെങ്കിലും സാമ്പാർ വെക്കാതിരിക്കില്ല. അതും ഒരു വലിയ കുക്കർ നിറയെ സാമ്പാർ ഉണ്ടാക്കിയിട്ടാണ് അമ്മ രാവിലെ ജോലിക്ക് പോകുന്നത്. അമ്മയുടെ പ്രധാന ഉദ്ദേശം വേറൊന്നുമല്ല, രാവിലെ ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ആണെങ്കിൽ അതിനും സാമ്പാർ കൂട്ടണം, ഉച്ചയ്ക്കും സാമ്പാർ കൂട്ടാം, രാത്രി സാമ്പാർ കൂട്ടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അമ്മ ഇത് ചെയ്തിട്ട് പോകുന്നത്. സാമ്പാർ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കിയാൽ മതി അമ്മയ്ക്ക്. അപ്പോൾ ആ സമാധാനത്തിലായിരിക്കും അമ്മ പോകുന്നത്. ബാക്കി ആർക്കും ഈ സാമ്പാറിനോട് വലിയ പ്രിയം ഇല്ലെങ്കിലും എനിക്കും അച്ഛനും ഭയങ്കര പ്രിയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറിനേക്കാൾ കൂടുതൽ സാമ്പാർ എടുത്തിട്ടാണ് കഴിക്കുന്നത്. തിരിച്ചമ്മ വരുമ്പോഴത്തേക്കും ഇത് തീരാറായിട്ടുണ്ടാവും. രാത്രിത്തേക്ക് അമ്മ സാമ്പാർ നോക്കുമ്പോൾ കാണാഞ്ഞിട്ട് നിങ്ങൾ സാമ്പാർ കോരി കുടിക്കുവാണോ എന്ന് ചോദിക്കും. അതേ കുടിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പം അച്ഛൻ ഗൾഫിലാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ ചോറ് കഴിക്കാനെടുത്തു. മീൻ കറിയും വേറെ എന്തോ കറിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സാമ്പാർ ഇല്ലേ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പം സാമ്പാർ ഇഷ്ടമുള്ള ആരുമില്ല. നിൻ്റെ കല്യാണത്തിന് ശേഷം ഇവിടെ സാമ്പാർ വെക്കുന്നത് ഭയങ്കര കുറവാണ്, വെക്കാറേ ഇല്ലെന്ന് തന്നെ പറയാം എന്നമ്മ വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാമ്പാറിനെ പറ്റിയുള്ള ഓർമ്മകൾ. അങ്ങനെ നമ്മുടെ ചോറും സാമ്പാറും മുട്ട പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ 3-മത്തെ തവണയാണ് സാമ്പാർ ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യത്തെ 2 തവണയും തോൽവിയായിരുന്നു. 2 തവണയും കുക്കറിലുണ്ടാക്കിയാണ് പാളിയത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഹോസ്റ്റലിൽ കൊറോണ സമയത്ത് പെട്ടുപോയപ്പോഴാണ്. അന്നും അത് പാളിപ്പോയി. എന്തായാലും ഇന്നത്തെ സാമ്പാറും ചോറും അടിപൊളിയായിരുന്നു. ഞാനും ചേട്ടനും ഒരുപാട് ആസ്വദിച്ചാണ് കഴിച്ചത്. ഞാൻ ഇത്രയും ആഗ്രഹിച്ച് കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര സമാധാനമായിരുന്നു. അപ്പോൾ എൻ്റെ സാമ്പാർ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ശരി, കാണാം.